പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ ഒരു കഥ കേട്ടാൽ നിങ്ങൾ എന്തെന്നായാലും കരഞ്ഞു പോകും. കഥയല്ല, ഇതൊരു ജീവിതമാണ്. ഒരുപാട് ജീവിതകഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ജീവിതകഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നന്മയെ ഉൾക്കൊള്ളുകയും തിന്മയെ തള്ളിക്കളയുകയും ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇന്നത്തെ മക്കളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോനെ പോലുള്ളൊരു മോനെ കിട്ടാൻ ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും. ഈ ഒരു കഥ എന്നോട് പറഞ്ഞത് ഒരു ഉസ്താദാണ്. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോന് എന്നും ധരിക്കാറുള്ളത് വെള്ള വസ്ത്രങ്ങളാണ്. അധികവും ആ പൊന്നുമോൻ്റെ തലയിൽ വെള്ള നിസ്കാര തൊപ്പിയും ഉണ്ടാകും. കുറേ ദിവസങ്ങളായി വീട്ടിന് തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ആ പൊന്നുമോന് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും മൈദ വാങ്ങി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമല്ല, ഒരാഴ്ചയോളമായി ആ കടയിൽ നിന്നും ആ ഒരു പൊന്നുമോന് മൈദ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അവിടെയുള്ള കടക്കാരന് ഒരു സംശയം തോന്നിയിരുന്നു. ഈ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും എന്തിനാണ് ഈ കുട്ടി മൈദ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്? പിന്നെ കരുതി എന്തെങ്കിലും പശയോ മറ്റോ ഉണ്ടാക്കാനായിരിക്കുമെന്ന്. അങ്ങനെ ഒരാഴ്ചത്തോളമായി ഈ ഒരു മോന് പതിവ് പോലെ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കഥ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചേക്കാം. എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കിയ വെറും ഒരു കഥയല്ല ഇത്, ഒരു ജീവിത കഥയാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ആ പൊന്നുമോൻ്റെ വീട്ടിലേക്കാണ്. ആ പൊന്നുമോൻ എന്തിനാണ് ഡെയിലി ഇങ്ങനെ മൈദ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്? അപ്പോൾ ആ പൊന്നുമോൻ്റെ കുടുംബത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത്. അവരുടെ ആ കുടുംബ ജീവിതത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. ജീവിത കഥയാണ്, ചിലപ്പോൾ ആവർത്തനമുണ്ടാകാം. ഇത് എഴുതി തയ്യാറാക്കിയ കഥയല്ല. ഈ ഒരു കഥയിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്വാലിഹത്തായ ഒരു പെണ്ണിൻ്റെ കഥ. ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണ് ഭർത്താവിനോട് ചെയ്ത പണി. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. സ്വാലിഹത്തായ പെണ്ണെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. ഇങ്ങനെയായിരിക്കണം. ഭർത്താവിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ നിന്ന് ജീവിച്ച പെണ്ണ്. ഒരേ ഒരു ആൺകുട്ടിയായിരുന്നു. ഭർത്താവിന് സാധാരണ കൂലി വേലയായിരുന്നു. വാടക വീട്ടിലാണ് അവർ കഴിയുന്നത്. ഒരേ ഒരു അയൽവാസിയേ ഉള്ളൂ. ആ വീട്ടിൽ ആ പെണ്ണുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണം. ആർക്കും ശബ്ദവും മുഖവും കൊടുക്കാത്ത നല്ലൊരു സ്വലിഹത്തായ പെണ്ണ്. വരുമാനം കുറഞ്ഞ ജീവിതമാണെങ്കിലും ആ ഒരു ജീവിതത്തോട് വളരെയധികം തൃപ്തിയാണ് ആ പെൺകുട്ടിയും ആ കുടുംബവും. ഈ വീട്ടിൽ നിന്നാണ് ആ ഒരു പൊന്നുമോന് മൈദ വാങ്ങിക്കാൻ വരുന്നത്. അവിടേക്ക് നമുക്ക് കയറി ചെല്ലാം. ആദ്യം ഞാൻ ഇത് പറയട്ടെ. ആ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോനെ നല്ലൊരു മുത്തഅല്ലിമാക്കണമെന്ന്. എന്നും ഭർത്താവിനോട് പറയുമായിരുന്നു നമ്മുടെ മോനെ മുത്തഅല്ലിമാക്കണമെന്ന്. അപ്പോൾ ഉപ്പ പറയും, നമുക്ക് ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, അവനെ ഇങ്ങനെ കൊണ്ടുവിട്ടാൽ നമ്മൾ തനിച്ചായി പോവില്ലേ എന്ന്. അത് പറയുമ്പോൾ ഭാര്യ പറയും, എന്നാൽ പിന്നെ നമ്മുടെ മോന് കുറച്ചും കൂടി വലുതാകട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ കൊണ്ടുവിടാം. ആ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു മുത്തഅല്ലിമാക്കണമെന്ന്. എന്നും ഇത് തന്നെ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മോനെ ധരിപ്പിക്കുന്ന വസ്ത്രവും അതുപോലെ തന്നെയായിരുന്നു. ഈ ഹിഫ്ള് പഠിക്കുന്ന മക്കളൊക്കെ ധരിക്കുന്നത് പോലെ വെള്ള കന്തൂറയും തൊപ്പിയുമാണ് അധികവും ആ മോനെ ധരിപ്പിക്കാറ് ആ ഉമ്മ. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ആ പൊന്നുമോന് 11 വയസ്സായി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷേ എന്നിട്ടും ഒറ്റ ഒരു മോനായതുകൊണ്ട് തന്നെ ആ മോനെ ദർസിലൊന്നും കൊണ്ടുവിടാൻ അവരുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. നമ്മുടെ മോനെ ഇവിടുന്ന് പോയാൽ നമ്മൾ 2 പേരും മാത്രമായി പോവില്ലേ എന്നുള്ളൊരു വിചാരമായിരുന്നു അവരുടേത്. പക്ഷേ എന്നാലും ആഗ്രഹം വിട്ടില്ല. മോനെ മുത്തഅല്ലിമാക്കണം എന്ന് തന്നെയാണ് ആ ഉമ്മയുടെ ആഗ്രഹം. പക്ഷേ അതിനിടയ്ക്കാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ദുഃഖപ്പെടുത്തുന്ന, വളരെയേറെ വേദനിപ്പിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ കടന്നു വരുന്നത്. പൊന്നുമോൻ്റെ ഉപ്പ പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കുടുംബം തനിച്ചായി പോവുകയാണ്. ആരുമായി ബന്ധമില്ലാത്ത ഒരു പെണ്ണായിരുന്നു അത്. മാനാഭിമാനം എന്നുള്ളത് കർശനമായി പാലിക്കുന്ന ഒരു പെണ്ണായിരുന്നു അത്. എന്ത് വിഷമങ്ങളുണ്ടായാലും, എന്ത് പ്രയാസങ്ങളുണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ആരെയും അറിയിക്കുന്നത് അവർക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കുന്നതും അവർക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ. അവരുടെ മാനാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അവർ ചെയ്യുകയില്ല. പട്ടിണി കിടന്ന് മരിച്ചാലും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവരാരോടും പറയുകയില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമെന്ന്.
ആ കുടുംബത്തിൽ നാഥനില്ലാതായിരിക്കുന്നു. നാഥനില്ലാത്ത ആ കുടുംബത്തിലെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഭാഗ്യത്തിന് ആ ഉമ്മക്ക് തയ്യൽ പണി അറിയാമായിരുന്നു. അങ്ങനെ ആരുടെയെങ്കിലും വസ്ത്രങ്ങൾ തയ്ച്ചു കിട്ടുന്ന പൈസക്ക് ഇവർ ജീവിക്കാൻ തുടങ്ങി. ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിന് എത്ര ചെറിയ പൈസയായാലും അവരത് ഭംഗിയായി ജീവിക്കും. അതാണ് അവരുടെ പവർ, അതാണ് അവരുടെ ഈമാൻ്റെ പവർ. വളരെ സന്തോഷത്തോടെ ആ മോനെ വളർത്തി. പക്ഷേ ആ ഉമ്മാൻ്റെ ആഗ്രഹം ഉപ്പ മരണപ്പെട്ടതോടുകൂടി അത് പറച്ചൽ നിർത്തി മനസ്സിൽ മാത്രമായി. സ്വപ്നം പോലും കാണാറുണ്ടത്രേ ആ ഉമ്മ, മകൻ വലിയൊരു ആലിമായി ഉമ്മയുടെ അടുത്തേക്ക് വരുന്നത്, ഉമ്മ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി, വിഷമം തോന്നി. അങ്ങനെ ഉമ്മയും മകനും ആ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ കുടുംബത്തിൽ വീണ്ടും ഒരു പ്രയാസം കടന്നു വരികയാണ്. ആ ഉമ്മക്ക് ഇടക്ക് തലവേദന വരാൻ തുടങ്ങി. തലവേദന എന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കഠിനമായ തലവേദന ആ ഉമ്മയുടെ ഉറക്കം കെടുത്തി. ആ ഉമ്മയാണെങ്കിൽ ഇത് ആരോടും പറഞ്ഞതുമില്ല. ഡിസ്പെൻസറിയിൽ കാണിച്ചു, തലവേദനയുടെ മരുന്ന് കഴിച്ച് തലവേദന അങ്ങ് പോയി. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ തലവേദന വരുമായിരുന്നു. ഉമ്മ അത് വലിയ കാര്യമാക്കിയില്ല. അതൊന്നും വകവെക്കാതെ ആ ഉമ്മ മോന് വേണ്ടി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു, ജോലി ചെയ്ത്. ദിവസങ്ങൾ കഴിയും തോറും ഉമ്മയുടെ കോലം മാറാൻ തുടങ്ങി. ഉമ്മയുടെ നിറം മങ്ങാൻ തുടങ്ങി. ആകെ ക്ഷീണിച്ചു പോകാൻ തുടങ്ങി, വയ്യാതാകാൻ തുടങ്ങി. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് നിസ്കാരപ്പായിൽ നിന്നും എന്നും ദുആ ചെയ്യുമത്രേ, പടച്ചറബ്ബേ എൻ്റെ മോനെ നോക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണമേ എന്ന്. അങ്ങനെ ഉമ്മ ഇതൊന്നും വകവെക്കാതെ ഇങ്ങനെ മകന് വേണ്ടി ജീവിച്ചു. പെട്ടെന്ന് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് കിടപ്പിലായി പോവുകയാണ് ആ ഉമ്മ. ഉമ്മ കിടപ്പിലായതോടുകൂടി ജീവിതം വഴിമുട്ടി എന്ന് തന്നെ വേണം പറയാൻ. വേറെ അവിടെ ചിലവൊന്നുമില്ല. ഈ ഒരു ഉമ്മയാണെങ്കിൽ അഭിമാനം ഓർത്ത് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ആരോടും ഷെയർ ചെയ്യുകയുമില്ല. ഇത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ആളുകളുമില്ല. മോൻ്റെ പള്ളിയും സ്കൂളും മുടങ്ങി. 3-4 ദിവസമായിട്ടും ആ മോൻ്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ നിന്നും വിളി വന്നു. ഉമ്മ പറഞ്ഞു, എനിക്ക് അസുഖമായത് കൊണ്ടാണ് അവന് വരാൻ പറ്റാത്തത് എന്ന്. നാളെയോ മറ്റന്നാളെയോ മോന് സ്കൂളിലേക്ക് വരുമെന്ന്. നാളെയുമില്ല, മറ്റന്നാളെയുമില്ല. ജീവിതവും മുട്ടി, അന്നവും മുട്ടി. അങ്ങനെയാണ് ആ പൊന്നുമോന് മൈദ വാങ്ങിക്കാൻ ആ കടയിലേക്ക് വരുന്നത്. ആ കടക്കാരനെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ കടക്കാരനാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഈ മോന് മൈദ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ 5 രൂപയുടെയും 10 രൂപയുടെയും മൈദ വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ്. മൈദ കലക്കി ദോശ ചുടാൻ. പൊന്നുമ്മക്ക് പൊന്നുമോന് മൈദ കലക്കി ദോശ ചുട്ട് ഉമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ പാതി ആ മോനും കഴിക്കുകയാണ്. 5 രൂപക്കും 10 രൂപക്കും എത്രയാണ് മൈദ കിട്ടുക? അങ്ങനെ ദിവസേന ഈ മോൻ ആ കടയിൽ നിന്നും മൈദ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കടക്കാരന് സംശയം തോന്നി. അവിടെയുള്ള മഹല്ല് കമ്മിറ്റിക്കാരെയും ഉസ്താദുമാരെയും കൂട്ടി ആ മോൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, എന്താണ് സംഭവമെന്നറിയാൻ. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ആ ഒരു ഉമ്മ വളരെയധികം ക്ഷീണിച്ച് തൊലികളൊക്കെ ഉരഞ്ഞു പൊട്ടിയ ദേഹവുമായി കിടക്കുന്ന ആ സ്ത്രീയെ കണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ അവരൊക്കെ കൂടി ആ ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇതൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഹോസ്പിറ്റലിൽ എത്തിയതും ഡോക്ടർ ചികിത്സിച്ച് പറഞ്ഞത് ഇത് അവസാന സ്റ്റേജായിരിക്കുന്നു എന്ന്. ആ ഉമ്മക്ക് ക്യാൻസറാണത്രേ. ഇതാണ് ഞാൻ പറഞ്ഞ്, പട്ടിണി കിടന്ന് മരിച്ചാലും ചിലരൊന്നും അഭിമാനം വിട്ട് കളിക്കില്ല പ്രിയപ്പെട്ടവരെ. പടച്ചറബിൻ്റെ ആ ഒരു കലാവ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ക്യാൻസറിനുള്ള ചികിത്സ അവിടെ തുടങ്ങി 2-3 ആഴ്ചകൾ കൊണ്ട് ആ ഉമ്മ മരണപ്പെട്ടു. ക്യാൻസറിൻ്റെ ചികിത്സ തുടങ്ങിയാൽ പിന്നെ കൂടുതൽ കാലമൊന്നും ജീവിച്ചിരുന്നതായി നമുക്കറിയില്ല. അതും അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഉമ്മ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ആ മോന് വേണ്ടി ആ ഉമ്മ എല്ലാം മറന്ന് ജീവിക്കുകയായിരുന്നു, എല്ലാം മറന്ന് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ 3 ആഴ്ചകൾ കൊണ്ട് ആ ഉമ്മ മരണപ്പെട്ടു. വാടക വീടാണ്, ആ പൊന്നുമോൻ തനിച്ചായി. ഇതാണ് പ്രിയപ്പെട്ടവരെ പടച്ചറബിൻ്റെ കലാ. ആ ഉമ്മ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കാൻ പോവുകയാണ്. ആ പൊന്നുമോനെ ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നറിയോ? പള്ളിയും പള്ളി കമ്മിറ്റിയും അവിടെയുള്ള നല്ല ഉസ്താദുമാരും സക്കാഫിമാരും. ആ ഉമ്മ എന്താണോ ആഗ്രഹിച്ചത്
ആ ഉമ്മ എന്താണോ സ്വപ്നം കണ്ടത് അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ആ പൊന്നുമോനെ അവിടെ ദർസിലാക്കി പഠിപ്പിച്ചു. മിടുമിടുക്കനായ ആ മോൻ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചു പാസ്സായി ഇന്ന് നല്ലൊരു മുത്തഅല്ലിമായി മാറിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉമ്മയും ഉപ്പയും ഉണ്ടായിട്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ ഇന്ന് ആറാം പറന്നു പോകുന്നു. ആരോരുമില്ലാത്ത ഈ ഒരു പൊന്നുമോൻ ഇന്ന് നല്ലൊരു മുത്തഅല്ലിമായി. ഇതിൽ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ മക്കളെ വഷളാക്കുന്നത്. അമിതമായി ആരംഭിച്ചും കൊഞ്ചിച്ചും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ വഷളാക്കുകയാണ്. നോട്ടം കൂടിയത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വഷളാകുന്നത് എന്നല്ലേ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിച്ച് നമ്മുടെ മക്കളായിട്ട് തന്നെ നമ്മൾ വളർത്താൻ ശ്രമിക്കണം. മറ്റൊരാളുടെ ജീവിതം കണ്ട് അനുകരിച്ച് അവിടുന്നും ഇവിടുന്നും കടം വാങ്ങി മക്കൾക്ക് ആർഭാടമുള്ളൊരു ജീവിതം കൊടുത്ത് അവരെ നമ്മൾ വഷളാക്കുകയാണ്. എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണെന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.